ഹരികുമാർ സാർ നമസ്കാരം. നമസ്തേ. ഉത്തരാഖണ്ഡില് ചൈനീസ് അതിർത്തിയില് ഇന്ത്യയുടെയും അമേരിക്കയുടെയും സംയുക്ത സൈനിക പരിശീലനം നടക്കാൻ പോവുകയാണ്. ഇത് കൃത്യമായിട്ടുള്ളൊരു കാരണമുണ്ട്. പല സൂചനകളുമാണ് ഇത്തരത്തിലുള്ള പരിശീലനം നൽകുന്നത്. നമുക്കറിയാം, ഈ സെപ്റ്റംബറിൽ ഇപ്പോൾ അടുത്ത മാസം ചൈനീസ് പ്രസിഡന്റ് സി ജിൻപിങ് ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ചൈനയ്ക്കുള്ള മറുപടി എന്ന രീതിയിലാണോ ഇത്തരത്തിലുള്ളൊരു സൈനിക പരിശീലനം നടക്കാൻ പോകുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു കാരണം? ശരിയാണ്. ഉത്തരാഖണ്ഡിലെ ഔലി എന്ന ഉയർന്ന പ്രദേശത്ത് മലനിരകളിൽ ഇന്ത്യ അമേരിക്ക മൗണ്ടൻ വാർഫെയർ ട്രെയിനിങ് ഈ വരുന്ന സെപ്റ്റംബറിൽ നടക്കും എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഈ വരുന്ന സെപ്റ്റംബർ 12, 13 തീയതികളിൽ ന്യൂഡൽഹിയിൽ വെച്ച് ബ്രിക്സിന്റെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഈ മീറ്റിംഗിൽ ചൈനീസ് പ്രസിഡന്റ് സി ജിൻപിങ് പങ്കെടുക്കും എന്നുള്ള സൂചനകളുണ്ട്. ചൈന ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ഈ അതിർത്തിയില് ഇന്ത്യ ചൈന അതിർത്തിയില് 2022 ഇന്ത്യയും അമേരിക്കയും ചേർന്നുള്ള സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടന്നിരുന്നു. അന്ന് ചൈന അതിൽ ശക്തമായ പ്രതിഷേധവും അറിയിച്ചിരുന്നു. അപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു അഭ്യാസ പ്രകടനം നടത്തുമ്പോൾ ഇന്ത്യയും അമേരിക്കയും ഈ ചൈനയ്ക്ക് കൊടുക്കുന്ന ചിലതരം മുന്നറിയിപ്പുകളിൽ ഒന്നായിട്ടാണ് ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇതോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്, ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ അമേരിക്കൻ അംബാസഡറായ സെർജിയോ ഗോർ ലഡാക്ക് സന്ദർശിച്ചു എന്നുള്ളതാണ്. കാശ്മീർ സന്ദർശനവും ലഡാക്ക് സന്ദർശനവും പാകിസ്ഥാനെയും ചൈനയെയും ഒരുപോലെ അലോരസപ്പെടുത്തുന്നുണ്ട്. അതായത് അമേരിക്കയും ഈ ചില വിഷയങ്ങളിൽ ഇന്ത്യയോടൊപ്പമാണ് എന്നുള്ളൊരു സൂചന അമേരിക്ക നൽകുന്നു. അത് അമേരിക്കയുടെയും ആവശ്യമാണ്. ഇന്ത്യ ഇക്കാര്യത്തിൽ ഒരുപാട് വിഷയങ്ങളിൽ അമേരിക്കയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ചൈനയെ നേരിടുന്ന വിഷയത്തിൽ അമേരിക്കയുമായിട്ടും യോജിക്കാൻ മടിക്കില്ല എന്നുള്ളൊരു സൂചനയും ഇവിടെ ഇന്ത്യ കൊടുക്കുന്നുണ്ട്. അപ്പോ ചൈന ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയെ ഒന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ചൈന പൊതുവെ ഇന്ത്യക്കെതിരെ നടത്തുന്നത്, പാകിസ്ഥാനിലൂടെ നടത്തുന്നത് വാർ ഓഫ് അട്രീഷൻ എന്ന ഒരു യുദ്ധതന്ത്രമാണ്. അതായത് പതുക്കെ ഇന്ത്യയെ മുറിവേൽപ്പിച്ച് 1000 മുറിവുകളിലൂടെ ചോരയൊലിപ്പിച്ച് ഇന്ത്യയെ ദുർബലപ്പെടുത്തുക. കൊല്ലാൻ സാധിക്കില്ലെങ്കിൽ പതുക്കെ ശക്തി ചോർത്തി കളയുക എന്നുള്ള ഒരു തന്ത്രമാണ് വാർ ഓഫ് അട്രീഷൻ. അതുപോലെ ചെറിയ ഓരോ പ്രദേശങ്ങളിലും ചെറുതായിട്ട് ഭൂമി പിടിച്ചെടുത്ത് സലാമി സ്ലൈസിങ് എന്ന് പറയുന്ന ഒരു യുദ്ധതന്ത്രം. ഇതിനൊക്കെ ബദലായിട്ട് ബുദ്ധിയുടെ ഒരു യുദ്ധം ഇന്ത്യയും തിരിച്ചു പ്രയോഗിക്കുകയാണ്. ഇവിടെ സി ജിൻപിങ് എന്നല്ല, അതിനു മുമ്പും ചൈനീസ് പ്രസിഡന്റുമാരുടെ ഓരോ ഇന്ത്യ സന്ദർശനവും 1958, 59 ചൗവൻ ലായിയുടെ സന്ദർശനം തൊട്ടതുണ്ട്. അതിനുശേഷം ഇന്ത്യയും ചൈനയും തമ്മിൽ സംഘർഷത്തിൽ പോകും. ഇത് ചൈന മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അതായത് ചൈനയുടെ ഒരു തരത്തിലുള്ള പോളിസിയാണ് ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക്. അതായത് ഒരു ക്യാരറ്റ് നമുക്ക് തരുന്നു, അതിന്റെ പുറകെ ഒരു അടിയും കൂടെ തരും. ഇത് ഇന്ത്യയെ പോലൊരു രാജ്യത്തിനെ നിലയ്ക്ക് നിർത്താൻ വേണ്ടി ചൈന ആവിഷ്കരിച്ചിരിക്കുന്ന വലിയ യുദ്ധങ്ങളിലേക്ക് പോകാതെ, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ശല്യപ്പെടുത്തി, ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ബുദ്ധിമുട്ടിച്ച് ഇന്ത്യയെ ഒന്ന് നിലയ്ക്ക് നിർത്തുക എന്നുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ്. അപ്പോ ഇപ്രാവശ്യവും അരുണാചൽ പ്രദേശിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചൈനീസ് സൈന്യവും ഇന്ത്യൻ സൈന്യവും തമ്മിൽ വാഗ്വാദങ്ങളും പിടിച്ചുതള്ളുമൊക്കെ ഉണ്ടായ വിവരം നമ്മൾ തന്നെ ഈ ചാനലിലൂടെ ചർച്ച ചെയ്തിരുന്നു. ഇതും ചൈന നടത്തുന്ന ഒരു പ്രസിഡന്റിന്റെ സന്ദർശനം ഉണ്ടെങ്കിൽ അതിനു മുമ്പേ നടത്തുന്ന ഒരു പ്രയോഗമാണ്. അപ്പോ ഇപ്രാവശ്യം ഇന്ത്യ തിരിച്ചു കൊടുക്കുക. അതായത് ചൈനീസ് പ്രസിഡന്റ് ഇവിടെ വന്നിട്ട് വരാതിരിക്കുമോ എന്നുള്ളത് ചൈനയുടെ തീരുമാനമാണ്. പക്ഷെ ചൈനയുടെ ഏതായാലും ഒരു ഉന്നത നേതാവ് ബ്രിക്സ് മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഇന്ത്യയിൽ എത്തിയേ തീരും. അപ്പം ഇയാൾ വരുന്നതിന് മുമ്പും ശേഷവും പീപ്പിൾസ് ലിബറേഷൻ ആർമി നടത്താൻ പോകുന്ന ഇത്തരം വികട സ്വഭാവ പ്രദർശനങ്ങൾക്ക് ഇന്ത്യയും ഒരു മറുപടി കൊടുക്കുകയാണ്. കാരണം ഇന്ത്യ ചൈന അതിർത്തിയിൽ ഒരു സംഘർഷം നടക്കുമ്പോൾ അമേരിക്കൻ സൈന്യവും
ഇവിടെ ഉണ്ടാകും. അത് ഒന്ന് ചൈനയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുക. അപ്പം ഇത് തീർച്ചയായിട്ടും ഇന്ത്യ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഇന്ത്യയും അത്യാവശ്യം തിരിച്ച് ചൈനയോട് ഇതേ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്താറുണ്ട്. ഇപ്പം ഈ ഏറ്റവും ഒടുവിൽ ഇത് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇത് തന്നെയാണ്. ഇതുപോലെ കഴിഞ്ഞ തവണ ഗാൽവാനിൽ പിന്നെ ഷീ ജിൻപിങ്ങിന്റെ സന്ദർശനമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യയും ചൈനയും തമ്മിൽ സംഘർഷമുണ്ടായി. ഇപ്രാവശ്യവും ഇന്ത്യ അത് പ്രതീക്ഷിക്കുകയാണ്. ഇന്ത്യ അപ്രതീക്ഷ സാധിക്കില്ല. ഇന്ത്യ വളരെ പ്രതീക്ഷിച്ച് കാൽക്കുലേറ്റ് ചെയ്തു തന്നെ ഇരിക്കുകയാണ്. ചൈന എന്തെങ്കിലും ഒരു ബ്രിങ്ക്മാൻഷിപ്പ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന എന്തെങ്കിലും ഒരു അഭ്യാസം ഇവിടെ കാണിക്കും എന്നുള്ളത് ഇന്ത്യക്ക് ഉറപ്പുണ്ട്. ആ അഭ്യാസത്തെ നേരിടാനായിട്ടുള്ള ചൈനയ്ക്ക് കൊടുക്കുന്ന ഒരു മറുപടിയാണ് US പട്ടാളത്തിന്റെ ഈ യുദ്ധാഭ്യാസ എന്ന പരമ്പരയിൽപ്പെടുന്ന ഈ സംയുക്ത സൈനികാഭ്യാസം. ഈ സംയുക്ത സൈനികാഭ്യാസം ഇവിടെ ഔലിയിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നില്ല. അതായത് ഉത്തരാഖണ്ഡിന്റെ പ്രദേശമായ ഔലിയിൽ മാത്രമല്ല, അവിടെ നടക്കാൻ പോകുന്നത് മൗണ്ടൻ വാർഫെയറിന്റെ ഒരു ഭാഗമാണ്. രാജസ്ഥാൻ മരുഭൂമികളിൽ വെച്ചും ഇതേ സൈനിക അഭ്യാസത്തിന്റെ മറ്റൊരു പാർട്ട് അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇവിടെ മുഖ്യമായിട്ടും ഈ പർവ്വതങ്ങളാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രദേശത്ത് എങ്ങനെയാണ് ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നത്, ദീർഘദൂര ഡ്രോണുകളെ എങ്ങനെ ഇവിടെ ഉപയോഗിക്കാം, അതുപോലെ ഇത്തരം പ്രദേശങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ റഡാറുകൾ ഉപയോഗിച്ച് നടത്താം, ഇങ്ങനെ ഒരുപാട്, അതുപോലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഈ പ്രദേശത്ത് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ അമേരിക്കൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിലയേറിയ അറിവുകളാണ്. അവർക്ക് ഈ ഹിമാലയം പോലൊരു പർവ്വത നിരകളിൽ വന്നിട്ട് യുദ്ധം ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ല. ഈ ചൈനയെ നേരിടാനായിട്ട് ചൈനയുടെ അതിർത്തിയിലേക്ക് ചെല്ലണമെങ്കിൽ എന്തായാലും പാകിസ്ഥാൻ ഒരിക്കലും അത് അമേരിക്ക അനുവദിക്കില്ല. അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ സഖ്യകക്ഷികളൊക്കെയാണ്. പക്ഷെ പാകിസ്ഥാൻ അതിർത്തിയിൽ, ചൈനയുടെയും പാകിസ്ഥാന്റെയും അതിർത്തിയിൽ നിന്നുകൊണ്ട് ചൈനയെ നിരീക്ഷിക്കാനോ, ചൈനയ്ക്ക് ആ ഒരു അതിർത്തിയിൽ ഒരു യുദ്ധമുണ്ടായാൽ എങ്ങനെ അമേരിക്കയ്ക്ക് ഇടപെടാൻ പറ്റും എന്നുള്ളതിന് യാതൊരു ട്രെയിനിങ്ങും പാകിസ്ഥാനിൽ നിന്നും അമേരിക്കയ്ക്ക് കിട്ടില്ല. പക്ഷെ ഇവിടെ ഇന്ത്യയുടെ ഒപ്പം നിൽക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച സൈന്യങ്ങളിൽ ഒന്നിന്റെ ഒപ്പം നിന്നുകൊണ്ട് ആ സൈന്യവുമായിട്ട് ഇന്റർ ഓപ്പറബിലിറ്റി എന്ന, അതായത് സംയുക്തമായിട്ട് പല കാര്യങ്ങളും ഷെയർ ചെയ്തുകൊണ്ടൊരു മുന്നേറ്റം നടത്താൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഇത് വലിയൊരു പരിശീലനമാണ്. ഈ പരിശീലനം അമേരിക്കയ്ക്ക് മറ്റെന്തിനേക്കാളും വിലമതിക്കുന്നതാണ്. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ, അമേരിക്കയുടെ ഹെലികോപ്റ്ററുകൾ ഒക്കെ തന്നെ ഹിമാലയം പോലെയുള്ള ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്ത്, ടിബറ്റൻ പ്ലേറ്റോ എന്നത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ്. അങ്ങനെ ഒരു പ്രദേശത്ത് ഒരു ഭാവിയിൽ ഒരു സംഘർഷം ഉണ്ടായാൽ അമേരിക്കയ്ക്ക് എങ്ങനെയായിരിക്കും അവിടെ ഇടപെടാൻ പറ്റുക? ഇതൊക്കെ ഇത്തരം അതീവ അമൂല്യമായ അനുഭവങ്ങളുമായിട്ടായിരിക്കും US സേന ഇവിടുന്ന് മടങ്ങിപ്പോകുന്നത്. തീർച്ചയായിട്ടും ചൈനയ്ക്ക് അതിൽ വലിയ കുണ്ഠിതമുണ്ടാകും. കാരണം ചൈന എപ്പോഴും പ്രതീക്ഷിക്കുന്നത് അമേരിക്ക പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഒന്ന് അമേരിക്കയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അമേരിക്കയ്ക്ക് ഈ പ്രദേശത്തിന്റെ ടോപ്പോഗ്രഫി ആയിട്ട് പരിചയം വരാൻ പോവുകയാണ്. ഇത്തരം പർവ്വതങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും തടസ്സപ്പെടും. താഴ്വാരങ്ങളും പർവ്വതങ്ങളും ചെറുകുന്നുകളും ഉന്നത കൊടുമുടികളും ഒക്കെ ഉള്ള ഒരു പ്രദേശം, അവിടുത്തെ യുദ്ധം പ്രവചനാതീതമാണ്. നിങ്ങൾക്ക് ആയുധശക്തി ഉള്ളതുകൊണ്ടൊന്നും മാത്രം സാധിക്കുന്നതല്ലത്. ഇപ്പൊ ഇറാനിൽ വന്നിട്ട് അമേരിക്ക അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും അതാണ്. അമേരിക്കയുടെ ആയുധങ്ങൾ, ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇന്നലെ ഇറാൻ അമേരിക്കയുടെ ഒരു അവാക്സ് വിമാനം വെടിവെച്ചിട്ടായിട്ടാണ് വാർത്ത വരുന്നത്. പിന്നെ ഇത്തരം യുദ്ധങ്ങളിലൊക്കെ തന്നെ ഈ ടോപ്പോഗ്രഫി വലിയൊരു പ്രധാന ഘടകമാണ്. അതാണ് എപ്പോഴും പ്രതിരോധിക്കുന്ന ആൾക്ക് അവിടുത്തെ ഭൂപ്രകൃതിയുടെ സഹായത്തോടു കൂടി പ്രതിരോധിക്കേണ്ടത്. ഇവിടെയാണ് ചൈനയും അമേരിക്കയും തമ്മിലൊരു യുദ്ധമുണ്ടായാൽ ആ യുദ്ധത്തിൽ ചൈനയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന മേൽക്കൈ, ആ മേൽക്കൈ ഇല്ലാതാക്കാനാണ് അമേരിക്കയ്ക്ക് ഉള്ള വിലയേറിയ പരിശീലനമാണ് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നത്. ഇത് ഇന്ത്യൻ സൈന്യം അമേരിക്കയുടെ ഇപ്പം MH റോമിയോ ഹെലികോപ്റ്റർ, അതുപോലെ അപ്പാഷെ ഹെലികോപ്റ്റർ, ഇങ്ങനെയുള്ള അമേരിക്കയുടെ ആയുധങ്ങൾ, അതുപോലെ M777 ഹൊവിറ്റ്സറുകൾ, അത് പ്രത്യേകിച്ച് പർവ്വത നിരകളിൽ ചൈനയെ ലക്ഷ്യം വെച്ച് മാത്രമുള്ളതാണ്. ഇത്തരം ആയുധങ്ങൾ പ്രയോഗിക്കുക. ഇന്ത്യയുടെ സ്വന്തം ആക്രമണ ഹെലികോപ്റ്ററായ
പ്രചണ്ഡിനോടൊപ്പം പരിശീലനം നടത്തുക. സുഖോയ് വിമാനങ്ങൾക്കൊപ്പം, സുഖോയ് MK-30ക്കൊപ്പം അമേരിക്കയുടെ F-16കളും F-35 പിന്നെ ഒരുപോലെ പരിശീലനം നടക്കുക. അതൊക്കെ അമൂല്യമായ അറിവുകളാണ്. ആ അറിവുകൾ ഇന്ത്യക്ക് മാത്രമല്ല ലഭിക്കുന്നത്. ഇനി ഇന്ത്യക്കും തീർച്ചയായിട്ടും അമേരിക്കൻ സൈന്യത്തിന്റെ പ്രൊഫഷണലിസത്തിൽ നിന്നും അമേരിക്കൻ സൈന്യത്തിന്റെ കയ്യിലുള്ള അത്യന്താധുനിക ആയുധങ്ങളിൽ നിന്നുമൊക്കെ ഇന്ത്യയും ഒരുപാട് പാഠം പഠിക്കും. എങ്ങനെയാണ് ചൈനയെ പോലൊരു രാജ്യത്തെ സാങ്കേതിക മേഖലയിൽ ഇത്രയധികം മുന്നോട്ട് പോയിരിക്കുന്ന ചൈനയെ എങ്ങനെ നേരിടാൻ പറ്റും? ചൈന ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അപ്രതീക്ഷിത ആയുധങ്ങൾ അവ പ്രയോഗിച്ചാലും എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? ഇതൊക്കെ ഇതൊക്കെ ഇന്ത്യയിൽ ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നു. ഇരു രാജ്യങ്ങൾക്കും തീർച്ചയായിട്ടും അറിവുകൾ പരസ്പരം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം. ഇനി മറ്റൊരു കാര്യം, ഇന്ത്യയും ഇപ്പോൾ ചൈനയുടെ അതേ ഒരു തന്ത്രമാണ് തിരിച്ചു കൊടുക്കുക. ഏതാണ്ട് കഴിഞ്ഞ ഒരു 6 മാസത്തിനിടയിൽ 2026 തുടക്കം മുതൽ ഈ വർഷത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ ഇന്ത്യ ചൈന വ്യാപാരം വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ചൈനയ്ക്കാണ് ഇപ്പോഴും മുൻകൈ. പക്ഷേ ഇന്ത്യയുടെ ചൈനയിലേക്കുള്ള കയറ്റുമതി ഏതാണ്ട് 37% വളർന്നിട്ടുണ്ട്. അത് ഇന്ത്യയുടെ ഒരു നേട്ടമാണ്. ഇപ്പോഴും ചൈനയ്ക്ക് തന്നെയാണ് സർപ്ലസ് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരത്തിൽ. അക്കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷെ ഇന്ത്യ പതുക്കെ പിടിച്ചു കയറാൻ തുടങ്ങിയിരിക്കുന്നു. ചൈനയിലേക്കും ഉൽപ്പന്നങ്ങൾ കയറ്റി അയച്ചു തുടങ്ങിയിരിക്കുന്നു വൻതോതിൽ. അപ്പൊ അവിടെ ഇന്ത്യ ഇങ്ങനെ ഒരു സാഹചര്യം ആണെങ്കിൽ പോലും ഈ യുദ്ധം വന്നാൽ ഞങ്ങൾ ഇതൊന്നും കണക്കിലെടുക്കില്ല എന്നൊരു സൂചന ഇന്ത്യ ചൈനയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇത് ചൈന മനസ്സിലാക്കാൻ പോവുകയാണ്. അതായത് ഒരേ സമയം ഒരു കൈ കൊണ്ട് തലോടുകയും മറു കൈ കൊണ്ട് കരണത്തടിക്കുകയും ചെയ്യുന്ന ഒരു തന്ത്രം. ആധുനിക യുദ്ധത്തിൽ അല്ലാത്ത എത്തിക്സ് ഒന്നുമില്ല. എത്തിക്സിന്റെ ഒക്കെ കാലം കഴിഞ്ഞു. ഇത് സത്യാനന്തര കാലമാണ്. ഇവിടെ നമ്മൾ പിന്നെ സൗഹാർദ്ദത്തോടുകൂടി കൈ കൊടുക്കാൻ വരുമ്പോൾ ആ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് മുള്ളുകളായിരിക്കും. ചൈന അങ്ങനെയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ഇന്ത്യയും അതേ രീതിയിൽ ഇന്ത്യയുടെ കയ്യിലേക്ക് മുള്ളിറക്കാനായിട്ട് ചൈന ഒളിപ്പിച്ചു വെച്ച മുള്ളുകളുമായിട്ട് വരുമ്പോൾ നമ്മുടെ കയ്യിലെ മുള്ളും അതുപോലെ തന്നെ ഒളിപ്പിച്ച മുള്ളുകളുണ്ട്. ഇത് ചൈന തിരിച്ചറിയുന്ന നിമിഷം ചൈന കുറച്ചുകൂടി നമ്മളുമായിട്ട് സത്യസന്ധമായിട്ട് ഇടപെടും. ആ സത്യസന്ധതയും ഇവിടെ ചൈനയും ഇന്ത്യയും തമ്മിൽ സൗഹൃദം എന്നുള്ള തെറ്റിദ്ധാരണകളൊന്നും ആർക്കും വേണ്ട. ഈ ഹിന്ദി ചീനി ഭായി ജവഹർലാൽ നെഹ്റുവിന്റെ സങ്കല്പമാണ്. അതാ നെഹ്റുവിനെ കൊണ്ട് കുഴിയിൽ ചാടിച്ചു. അവസാനം നെഹ്റു ഹൃദയം പൊട്ടി മരിച്ചു. അത്തരം ഒരു വിഡ്ഢിത്തത്തിന് വേണ്ടി ആധുനിക ഇന്ത്യ നിന്നു കൊടുക്കാനിടയില്ല. ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ചൈനയുടെ അതേ ചതി, ചൈനയുടെ അതേ തന്ത്രം, ഒരു തന്ത്രത്തിന് മറുതന്ത്രം, ഇതാണ് ഇപ്പോഴത്തെ പോളിസി. എന്തായാലും ശരി, ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഞെട്ടലാണ്. ഷീ ജിൻപിങ് വന്നാൽ ഇന്ത്യ തെറ്റിദ്ധരിച്ച് പെട്ടെന്ന് അതിർത്തിയിലെ ജാഗരൂകത ഇന്ത്യക്ക് നഷ്ടപ്പെടും എന്നായിരുന്നു പണ്ട് ചൈനയുടെ ചിന്ത. ചൈനീസ് നേതാക്കൾ ഇന്ത്യയിൽ സന്ദർശിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഹൈപ്പുണ്ട്. ആ ഹൈപ്പിൽ കുറച്ച് ഇന്ത്യയുടെ പ്രദേശം അങ്ങ് പിടിച്ചെടുക്കും അവർ. അപ്പൊ ഓരോ സന്ദർശനവും വളരെ കൃത്യമായിട്ട് ഓരോ ആക്രമണങ്ങളും. പണ്ട് ചൗവൻലായി ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ഇന്ത്യയുടെ മിലിറ്ററി കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ നെഹ്റു അനുവദിച്ചു. അപ്പോ പിന്നെ ചൗവൻലായി പറഞ്ഞു ഇന്ത്യയുടെ സൈന്യം എത്ര ഗംഭീരം എന്നൊക്കെ പറഞ്ഞപ്പോൾ നെഹ്റു അത് വിശ്വസിച്ചു പോയി. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അവര് പറയുന്നതിന്റെ നേരെ വിരുദ്ധമായിട്ടുള്ളത് ചിന്തിച്ചാലും മതി. നിങ്ങളുടെ സൈന്യവും നിങ്ങളുടെ ആയുധങ്ങളും വളരെ ഗംഭീരം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വെറും പാട്ടയാടാ, നിന്റെ സൈന്യം വെറും പോക്കാടാ എന്നാ അതിന്റെ പിന്നിലുള്ള അർത്ഥം. ആ ഡിപ്ലോമസി ചൈന പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. ഈ ഡിപ്ലോമസി തിരിച്ച് ഇന്ത്യയും ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഒരു വ്യക്തമായ സൂചനയാണ് ഷീ ജിൻപിങ് വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതേ സമയത്ത് അതിർത്തിയിൽ ഇന്ത്യ അമേരിക്ക സംയുക്ത സൈനിക അഭ്യാസം. എന്തായാലും ശരി, വരുന്ന ദിവസങ്ങളിൽ ബുദ്ധിയുടെ ഈ കളി ഇരുകൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടിരിക്കും. ഒന്ന് പറയും, വേറൊന്ന് ചെയ്യും. സ്നേഹം കാണിക്കും, പുറകെ കൂടെ കുത്തും. ഇത് രാഷ്ട്രതന്ത്രം ഇങ്ങനെയാണ്. നമ്മള് ഇതിനെക്കുറിച്ചൊന്നും അധർമ്മങ്ങളെ കുറിച്ചൊന്നും വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. വരും ദിവസങ്ങളിൽ വലിയൊരു ഒരു തയ്യാറെടുപ്പ് ഇന്ത്യ നടത്തിയിരിക്കുന്നു എന്ന് ചൈനയ്ക്ക് മനസ്സിലാകും. കൂടുതൽ വിശദാംശങ്ങളുമായി വരും ദിവസങ്ങളിൽ വീണ്ടും നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലെത്താം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം.